السلام عليكم ورحمة الله. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان اتقوا الله عباد الله. وقال الله سبحانه وتعالى في القرآن المجيد: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. ളുഹർ നമസ്കാരത്തിന് ശേഷം ആരംഭിച്ച നമ്മുടെ ഇഫ്താർ സംഗമത്തിൻ്റെ പഠന സെഷന്റെ അവസാനത്തെ ക്ലാസ്സിലാണുള്ളത്. അൽ ഫിർഖത്തുൻ നാജിയ, അതാണ് നമ്മൾ സംസാരിക്കുന്ന വിഷയം. നേരത്തെ ബഹുമാന്യനായ സിദ്ദീഖ് അൻസാരി നമ്മുടെ പ്രസ്ഥാനം എന്നത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അൽ ഫിർഖത്തുൻ നാജിയ എന്ന ഈ വിഷയം അതിൻ്റെ സമ്പൂർണമായ രൂപത്തിൽ ഒരുപക്ഷെ ഇന്ന് പറഞ്ഞു തീർക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ മഹത്തായ അനുഗ്രഹമാണ് അവന്റെ ദീനിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി പ്രവാചകന്മാരെ അയച്ചു തന്നിട്ടുള്ളത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അനവരത മനസ്യൂതം തുടർന്നു വന്ന പ്രവാചക ശൃംഖല ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഈസാ നബി അല്ലാഹു ആകാശത്തിലേക്ക് ഉയർത്തിയതിനു ശേഷം പിന്നൊരു കുറഞ്ഞ കാലം മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കഴിഞ്ഞാൽ പിന്നെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅസത്ത് വരെ ഉള്ള വിശാലമായ ഒരു ഫത്രത്ത്, ആ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നത്. പ്രവാചകന്റെ ബിഅസത്തിന് ശേഷം, പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് ശേഷം ജനങ്ങൾ ഖുർആനിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടു, പ്രവാചകന്റെ ചര്യയിൽ നിന്ന് വിഷയങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ ദീനിനെ അവർ മനസ്സിലാക്കി. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞു. നബിതങ്ങൾ ലോകത്തോട് വിട പറയുമ്പോൾ അവിടുത്തെ അനുയായികളായ ഒരു വിഭാഗം ആളുകളെ കാര്യങ്ങൾ കൃത്യമായി വ്യവച്ഛേദിച്ച് അറിയാൻ പറ്റാത്ത ഒരു ഭയാശങ്കയിൽ, ഒരു അന്ധകാരത്തിൽ തള്ളിവിട്ടിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടുള്ളത്. നബിതങ്ങൾ സ്വഹാബത്തിന് ശക്തമായൊരു നിർദ്ദേശം കൊടുത്തു. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിലെ 153-ാമത്തെ ആയത്ത്, وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون وأن هذا صراطي مستقيما. തീർച്ചയായും ഇതാണ് എന്റെ നേരായ മാർഗം. ഫത്തബിഊഹു, ഈ മാർഗത്തെ നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉ സുബല, മറ്റു മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, അങ്ങനെ നിങ്ങൾ പിൻപറ്റിയാൽ എന്റെ മാർഗത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആ മാർഗങ്ങൾ നിങ്ങളെ ഭിന്നിപ്പിച്ചു കളയും. ഇത് നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നൽകുന്ന വസിയത്താണ്. ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് സ്വഹാബത്തിന് കൊടുത്ത, അല്ലെങ്കിൽ ഉമ്മത്തിന് കൊടുത്ത നിർദ്ദേശം. നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു, തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ, നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു തെളിഞ്ഞ ഒരു തെളിവിൽ. ലൈലുഹാ കനഹാരിഹാ, അതിന്റെ പകലുകൾ, അതിന്റെ രാത്രികൾ, അതിന്റെ പകലുകൾ പോലെയാണ്. ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലികുൻ, അതിൽ നിന്ന് നശിച്ചവനല്ലാതെ നീങ്ങിപ്പോവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ ഇസ്ലാമിന്റെ അടിത്തറയായ, പരിശുദ്ധ ഇസ്ലാമിന്റെ മതത്തിലെ മർത്തബകൾ, അതിന്റെ പദവികൾ, അത് കൃത്യമായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി കൊടുത്തു. അത് വ്യക്തമാക്കി കൊടുക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ അടുത്തേക്ക് വന്നു. പ്രവാചകന്റെ മുട്ടുകാലിലേക്ക് തന്റെ മുട്ടുകാല് ചേർത്ത് വെച്ചുകൊണ്ട് നബിതങ്ങളുടെ മുന്നിലിരുന്ന് ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ച ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യങ്ങളിൽ ഇസ്ലാമും ഈമാനും ഇഹ്സാനും, ഇതാണ് മറാത്തിബുൽ ഇസ്ലാം എന്ന് വിളിക്കപ്പെടുന്നത്. ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. ഇസ്ലാം മൊത്തത്തിലുള്ള മുജ്മലായ ഒരു വിശ്വാസം. ഈമാൻ ഓരോ മേഖലയിലേക്കും ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള വിശ്വാസം. ഇഹ്സാൻ അതിന്റെ സമ്പൂർണത. ഇങ്ങനെ പരിശുദ്ധ ഇസ്ലാമിന്റെ മർത്തബകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആളുകളൊക്കെ കാര്യങ്ങളെല്ലാം വേർതിരിച്ച് വ്യക്തമാക്കി മനസ്സിലാക്കി വെച്ചു.
അതിന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശീലിപ്പിച്ചെടുത്ത ഒരു വിഭാഗം കൂടിയുണ്ട്. അത് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുമാണ്. ആ സ്വഹാബികളാവട്ടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തർബിയത്ത് ചെയ്ത വിഭാഗമാണ്. അവിടുന്ന് പരിശുദ്ധ ദീനിനെ പിൽക്കാലത്തുള്ള ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അഹോരാത്രം പണിപ്പെട്ട ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ചാണ് പറഞ്ഞത് അവർ സമ്പൂർണ്ണ വിശ്വാസികളാണ് എന്ന്. അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹു പഠിപ്പിക്കുന്ന വാചകം വല്ലദീന ആമനൂ വഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹ് വല്ലദീന ആവൗ വനസറൂ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ ലഹും മഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം. വല്ലദീന ആമനൂ വിശ്വസിച്ച ആളുകൾ, വഹാജറൂ ഹിജ്റ പോയ പലായനം ചെയ്ത ആളുകൾ, വജാഹദൂ ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെട്ട ആളുകൾ, വല്ലദീന ആവൗ വനസറൂ അതുപോലെ തന്നെ അഭയം നൽകുകയും സഹായിക്കുകയും ചെയ്ത ആളുകൾ, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ അവരാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ. ലഹും മഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം അവർക്ക് പാപമോചനമുണ്ട്, മാന്യമായ ഉപജീവനവുമുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കാൻ ഇവിടുന്ന് അല്ലാഹു പറഞ്ഞു തരുന്നൊരു പ്രധാനപ്പെട്ട വിഷയം, യഥാർത്ഥത്തിലുള്ള കാമിലായ ഈമാൻ പൂർത്തിയായവരായ ആളുകൾ സ്വഹാബികളാണ്. അത് അൻസാറുകളും മുഹാജിറുകളും. അവർക്കാണ് സ്വർഗവുമുള്ളത്. സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു وأعد لهم جنات تجري تحتها الأنهار. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന മുഹാജിറുകളും അൻസാറുകളുമായ ആളുകൾ, നന്മയിൽ അവരെ പിൻപറ്റിയ പിൻഗാമികൾ, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു, അവരല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു. താഴ്വാരങ്ങളിലൂടെ അരുവികൾ ഒലിക്കുന്ന സ്വർഗീയാരാമങ്ങൾ അല്ലാഹു അവർക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ഇത് മഹാന്മാരായ സ്വഹാബത്തിനെ കുറിച്ചുള്ള പരാമർശമാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വെച്ച് സ്വർഗത്തിന് ടിക്കറ്റ് കിട്ടിയ ആളുകൾ നടത്തും. ഭൂമിയിൽ വെച്ച് സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അറിയിപ്പ് കൊടുത്ത ഉന്നതന്മാരായ ആളുകളാണവർ. ഇങ്ങനെ സ്വഹാബത്തിന്റെ ഒരു കാലം, പിന്നെ അവരെ തുടർന്നുകൊണ്ടുള്ള താബിഈങ്ങളുടെ ഒരു കാലം. ഏകദേശം ആ കാലത്തിലേക്ക് കടന്നു വരുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് ഉന്നതമായ പരിശുദ്ധ ഇസ്ലാമിന്റെ ഐതിഹാസികമായ മുന്നേറ്റത്തിന് വിഘ്നം വീഴ്ത്തുന്ന രൂപത്തിലുള്ള ചില അന്തർധാരകൾ മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ കടന്നു വരുന്നു. ഇതൊരു സുപ്രഭാതത്തിൽ പെട്ടെന്നങ്ങ് മുട്ടിപ്പൊളിച്ചതല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ. ജൂതന്മാർ 71 വിഭാഗമായി പിരിഞ്ഞിട്ടുണ്ട്. വഫ്തറഖത്തിൻ നസ്വാറ അലാ 72 ഫിർഖ. ക്രിസ്ത്യാനികൾ 72 വിഭാഗമായി പിരിഞ്ഞിട്ടുണ്ട്. وستفترق هذه الأمة على 73 فرقة. എന്റെ ഉമ്മത്ത് അഥവാ ഈ ഉമ്മത്ത് അവർ പിന്നീട് പിരിയും. എത്ര? 73 വിഭാഗം.
നബി തങ്ങൾ പറയുന്നു കുല്ലുഹാ ഫിന്നാർ ഇല്ലാ വാഹിദാ, എല്ലാ വിഭാഗവും നരകത്തിലാണ്, ഒരൊറ്റ വിഭാഗമൊഴിച്ച്. ഖീല, സഹാബികൾ ചോദിക്കുകയാണ്, മൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ആരാണ് ആ വിഭാഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന അലാ മിസ്ലി മാ അന അലൈഹി വഅസ്ഹാബി. ഇമാം തുർമിദിയുടെ സുനനിലുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രയോഗം അടിവരയിടണം മുഅ്മിനീങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ, ചില ആളുകളാണ്, കാന, അവരായിരിക്കുന്നു, അലാ മിസ്ലി മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബികളും ഏതൊരു കാര്യത്തിലാണോ അതുപോലത്തെ കാര്യത്തിൽ നിൽക്കുന്ന ആളുകൾ. അവിടെ ഉള്ളതെന്തോ അതേ രൂപത്തിൽ നിൽക്കുന്ന ആളുകൾക്കാണ് സ്വർഗം കിട്ടുക എന്ന്, അഥവാ രക്ഷപ്പെടുന്ന വിഭാഗമായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പല റിപ്പോർട്ടുകളുണ്ട്, മാ അന അലൈഹി വഅസ്ഹാബി, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, പിന്നെ അൽ ജമാഅ, അങ്ങനെ പല റിപ്പോർട്ടുകളും ഈ വിഷയത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 73 വിഭാഗമായി പിരിയുന്നതിൽ സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരൊറ്റ വിഭാഗം. ഇന്ന് നമ്മുടെ ചർച്ച അതാണ്, അൽ ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെട്ട വിഭാഗം ആരാണ് എന്ന അന്വേഷണമാണ്. 10 കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. 9 കാര്യങ്ങൾ ഞാനിത് രേഖപ്പെടുത്തി അടയാളപ്പെടുത്തി, അവരുടെ വിശേഷണങ്ങൾ, അവരുടെ സിഫത്തുകൾ ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആരൊക്കെയാണ് അവരെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയുന്ന 9 അടയാളങ്ങൾ, 9 വിശേഷണങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഫിർഖത്തുൻ നാജിയത്ത് എന്ന് പറയുന്ന വിഭാഗം. അവർ മുൻകഴിഞ്ഞു പോയ സലഫ് സാലിഹീങ്ങളെ പിൻപറ്റുന്ന ആളുകളായിരിക്കും. അവരൊരു പുതിയ ആശയം രൂപീകരിച്ച ആളുകളല്ല. ഫിർഖത്തുൻ നാജിയത്ത് എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പറഞ്ഞത് മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബികളും നിലനിന്ന കാര്യമേതോ അതിൽ നിൽക്കുന്നവരാണെന്നാണ്. അപ്പൊ അവരുടെ ഒന്നാമത്തെ അടയാളം, അവർ സലഫ് സാലിഹീങ്ങളെ, മുൻഗാമികളായ സലഫീങ്ങളെ പിൻപറ്റുന്ന ആളുകളായിരിക്കും. സലഫീങ്ങൾ എന്ന് പറഞ്ഞാൽ, സലഫികൾ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ആണ്, സ്വഹാബികളാണ്. ആ സ്വഹാബികളെ പിൻപറ്റുന്നവരായിരിക്കും അവർ. ഏതു വിഷയം വന്നാലും സ്വഹാബികൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, സ്വഹാബികൾ എല്ലാവരും ആ റൂട്ടിലായിരുന്നോ, അവരെല്ലാവരും അതിങ്ങനെ ചെയ്തു പോയവരായിരുന്നോ, ഈ ഇത്തിബാ അന്വേഷിക്കുന്നവരായിരിക്കും രക്ഷപ്പെട്ട വിഭാഗം. അതുകൊണ്ടാണ് ഖുർആനിന്റെ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. സ്വർഗ്ഗം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ആളുകളിൽ സ്വഹാബത്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആളുകൾ ആരാ? നന്മയിൽ അവരെ പിൻപറ്റുന്ന പിൻഗാമികളാണ്. ഈ കാലഘട്ടത്തിലുള്ളവർ സ്വഹാബത്തിന്റെ ഇഹ്സാന് പിൻപറ്റിയാൽ, ഈ കാലഘട്ടത്തിലുള്ളവർ സ്വഹാബത്തിന്റെ നടപടിക്രമങ്ങൾ പിൻപറ്റിയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെട്ടാൽ, അല്ലാഹു അങ്ങനെ അവരെയും തൃപ്തിപ്പെട്ടാൽ, അവർക്കാണ് റബ്ബിന്റെ അടുത്ത് സ്വർഗമുണ്ടാവുക. ഇത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ശരിക്കും പഠിച്ചു വെക്കണം. ഞാനൊരു ഗൗരവതരമായ ഒരു വിഷയം ഞാൻ പറയാം. ഇന്ന് കേരളത്തിൽ
സ്വഹാബത്തിനെ പിൻപറ്റുന്ന ആളുകൾ വളരെ കുറവേ ഉള്ളൂ. എല്ലാവരും പറയും ഞങ്ങൾ സ്വഹാബികളെ പിൻപറ്റുന്നവരാണെന്നാണ്. സ്വഹാബികളെ പിൻപറ്റുന്ന ആളുകൾ വളരെ കുറവാണ്. കാരണം തങ്ങളുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും തങ്ങളുടെ തീരുമാനങ്ങൾക്കും പലപ്പോഴും എതിരായിരിക്കും സ്വഹാബത്തിന്റെ നിലപാട്. സ്വഹാബത്ത് നിലനിന്ന നിലപാടുകൾക്ക് എതിരായി വരുന്ന ഏതൊരാളും ഞങ്ങൾ സ്വഹാബികളുടെ അനുയായികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരതിന്റെ ആളുകളാവില്ല. സ്വഹാബത്തിനോടുള്ള ഇത്തിബാഅ്, ഇഹ്സാനിലുള്ള ഇത്തിബാഅ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് അല്ലാഹുവിന്റെ തൗഹീദിന്റെ വിഷയത്തിലാണ്. തൗഹീദുൽ ഇബാദ. ഇത് റമളാനാണ്. പരിശുദ്ധ റമളാനിൽ സ്വഹാബത്തിനെ സ്മരിക്കുന്ന ആളുകൾ അവരേറ്റവും കൂടുതൽ വളരെയധികം മാനസികമായ ആ സന്തോഷത്തോടെ ആനന്ദത്തോടെ സ്വഹാബത്തിനെ ഓർക്കുന്നത് ബദറിന്റെ രണാങ്കണത്തെ ഓർത്തുകൊണ്ടായിരിക്കും, അല്ലേ? ബദർ സത്യവും അസത്യവും വേർതിരിഞ്ഞ ദിവസം, ലാ ഇലാഹ ഇല്ലല്ലയും അതിനെതിരെ നിൽക്കുന്ന വിഭാഗവും രണ്ട് ഭാഗമായി പിരിയുന്ന യൗമൽ ഫുർഖാൻ, യൗമൽ തഖൽ ജംആൻ എന്ന് ഖുർആൻ പറഞ്ഞ ആ സുന്ദരമായ ദിവസം. നിങ്ങൾ ആലോചിച്ചോക്ക്, ഭൂരിപക്ഷ ആളുകൾ ആരുടെ കൂടെയാണ്? ഭൂരിപക്ഷ ആളുകൾ ആരുടെ കൂടെയാണ്? സ്വഹാബത്തിന്റെ കൂടെയോ സ്വഹാബത്തിനെതിരോ? സ്വഹാബത്തിന്റെ കൂടെയോ സ്വഹാബത്തിനെതിരോ? സ്വഹാബത്തിനെതിരെ. വാട്സപ്പിലൊക്കെ ചെമ്പിന്റെ പ്രളയാണ് കേട്ട്. ഓരോ മഹല്ലിലെയും ചെമ്പിന്റെ ഫോട്ടോ. മനസ്സിലായില്ല? ചെമ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല? സ്വർണത്തിൽ ചേർക്കണ സാധനം അല്ല ഞാൻ പറഞ്ഞു, വലിയ സാധനം. മനസ്സിലായോ? വലിയ വലിയ പാത്രങ്ങൾ എടുത്തു വെച്ച് ബിരിയാണിയും ഇറച്ചിയുമാണ് ബദരീങ്ങളുടെ സ്മരണ. ഇത്തിബാഉ സഹാബ എന്താ? ഇതാണ് ഇത്തിബാഉ സഹാബ, അതല്ല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വല്ലദീന തബഊഹും ബിഇഹ്സാൻ. അവർ നിലനിർത്തി തന്ന ഇഹ്സാനുണ്ടല്ലോ, അവർ ജീവിതത്തിൽ കൊണ്ടുവന്ന ഇഹ്സാനുണ്ടല്ലോ, അവർ ജീവിതത്തിൽ കാണിച്ച തൗഹീദുണ്ടല്ലോ, അവർ ജീവിതത്തിൽ കാണിച്ച വിശ്വാസമുണ്ടല്ലോ, അത് അതേ രൂപത്തിലേക്ക് നന്മയിൽ പിൻപറ്റുന്ന ആളുകളാണ്. അങ്ങനെ തന്നെ പിൻപറ്റുക. ഒന്നാമത്തെ വിഭാഗം അതാണ്. ഫിർഖത്തുൻ നാജിയത്തിന്റെ സിഫത്തുൽ അവ്വൽ, ഒന്നാമത്തെ വിശേഷണം സ്വഹാബത്തിനെ സമ്പൂർണ്ണമായി ഇത്തിബാഅ് ചെയ്യുക. അത് ഏറ്റവും പ്രധാനമായി തൗഹീദിന്റെ വിഷയത്തിൽ. പിന്നെ അല്ലാഹുവിന്റെ അസ്മാ സിഫാത്തുകളുടെ വിഷയത്തിൽ അവിടെയൊക്കെ സ്വഹാബത്തിന് നിലപാടെന്തോ അതങ്ങനെ സ്വീകരിക്കണം എന്നാണ്. ഇനി സമയമില്ലാത്ത ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാ. രണ്ട്, സിഫത്തു സാനി, രണ്ടാമത്തത് അവരുടെ പ്രത്യേകത അൽ ഇഅ്തിസാമു ബികിതാബില്ലാഹ് വസുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറദ്ദു തനാസുഇ വൽ ഇഖ്തിലാഫി ഇലാ ദാലിക്. അവരുടെ പ്രത്യേകത എന്താണ്? അവരതാ അല്ലാഹുവിന്റെ ഗ്രന്ഥം മുറുകെ പിടിക്കുന്നവരാണ്, പ്രവാചകന്റെ ചര്യ മുറുകെ പിടിക്കുന്നവരാണ്. അവർക്കിടയിൽ വല്ല അഭിപ്രായ ഭിന്നതയും വന്നാൽ അവരതാ അത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുന്നവരുമാണ്. അവരുടെ പ്രത്യേകതയാണ്. ഫിർഖത്തുൻ നാജിയത്തിന്റെ രണ്ടാമത്തെ സിഫത്താണത്. അവർ അല്ലാഹുവിന്റെ കിതാബിനെ ഇഹ്തിസാം ചെയ്യുന്നവരാണ്, സുന്നത്തിനെ ഇഹ്തിസാം ചെയ്യുന്നവരാണ്, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവരാണവർ. ഖുർആനിന്റെയും സുന്നത്തിന്റെയും ശക്തമായി നിലനിൽക്കുന്നവരാണവർ. ഇനി അവർക്കിടയിൽ വല്ല തർക്കങ്ങളും വന്നാലോ പിന്നെ അവിടെ മർജിഇലൈഹിയായി രണ്ടെണ്ണമേ ഉള്ളൂ, അൽ കിതാബ് വസ്സുന്ന.
ഖുർആനും സുന്നത്തുമാണ്. അതാണ് മർജിഅ്, അതിലേക്കാണ് അവർ മടക്കുന്നത്. ഇത് ഞാൻ എന്റെ സ്വന്തം വക പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ. നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുകയും നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഖുർആൻ അതാ ഒരു ഫോർമുല കൂടി വെക്കുകയാണ്. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ തർക്കത്തിലായി തീർന്നാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അത് നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ തിരുദൂതനിലേക്കും മടക്കുകയും ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ ഗൗരവത്തോടെ നിങ്ങൾ ആലോചിക്കുക. നമുക്കിടയിൽ, വിശ്വാസി സമൂഹത്തിന്റെ ഇടയിൽ വല്ല തർക്കവും വന്നാൽ നേരെ മടക്കണം അങ്ങോട്ട് ഖുർആനിലേക്കും സുന്നത്തിലേക്കും. വേറൊരു വർത്താനം ഇവിടെ കേൾക്കണ്ട കേട്ടോ. വേറെ ഒന്നും ആരും ഇവിടെ പറയണ്ട. അള്ളാഹുവിന്റെ ഖുർആനോ പ്രവാചകന്റെ ചര്യയോ അത് ഈ വിഷയത്തിൽ കൃത്യമായി കാണിക്കും. ഏത് തർക്കങ്ങൾ ഉണ്ടായാലും ഇവരുടെ പ്രത്യേകത സിഫത്ത് അതായിരിക്കും. ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ, ഇനി ഞങ്ങളെ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു എന്ന് അവര് പറയില്ല. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യുള്ളൂ, ഞങ്ങളിവിടെ കാലങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്ന, ഞങ്ങൾ ഇവിടെ നിന്ന ആളുകളൊക്കെ അങ്ങനെ ചെയ്തത്. അതൊന്നും ഇവിടെ ദീനല്ല. അതൊന്നും ഫിർഖത്തുൻ നാജിയത്തിന്റെ സിഫത്തല്ല. ആര് ചെയ്തോ ആര് ചെയ്തില്ലയോ, എത്ര കാലം ചെയ്തു എത്ര കാലം ചെയ്തില്ല, ഇതൊന്നും ഇവിടെ വിഷയമല്ല. ഒരു വിഷയത്തിൽ തർക്കം വന്നാൽ മർജിഇലെ ഖുർആനും സുന്നത്തും മാത്രമാണ്. അല്ലാഹുവിന്റെ ഖുർആനിലേക്കും അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചര്യയിലേക്കും മടക്കണം. ഇതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ അവരുടെ മറ്റൊരു വിശേഷണമാണ്. അല്ലാഹുവിന്റെ ഖുർആനിൽ എന്താണോ മനസ്സിലാക്കി തന്നത് അത് സ്വഹാബത്ത് എങ്ങനെയാണോ മനസ്സിലാക്കിയത്. അപ്പോ ഒരു സംശയം ഉണ്ട്, ഖുർആൻ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എങ്ങനെയാണ്, അപ്പൊ ഞാൻ അങ്ങോട്ടത് ചെയ്യാൻ പറ്റൂല. പിന്നെ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിടത്തുള്ള ആളുകൾ, കേട്ട ആളുകൾ, അത് കേട്ടപ്പോൾ സ്വഹാബത്ത് പ്രവാചകനോട് ചോദിക്കുകയും അതിന് നിവാരണം വരുത്തുകയും ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ അവർ മനസ്സിലാക്കിയതാണ് ഖുർആൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ തഫ്സീറാണ് അതിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. അവർ പറയാത്തൊരാശയം പിൽക്കാലത്ത് വേറെ ആരെങ്കിലും പറഞ്ഞാൽ അത് സ്വീകരിക്കേണ്ടതും ഇല്ല. കാരണം ഈ പ്രവാചകനിൽ നിന്ന് അവിടുത്തെ ചര്യയെ അടുത്തറിഞ്ഞ ആളുകൾ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇവരുടെ മൂന്നാമത്തെ പ്രത്യേകത, അവരതാ അല്ലാഹുവിന്റെ പ്രവാചകനോട്, അല്ലാഹുവിനോട് ഒരിക്കലും എതിര് പ്രവർത്തിക്കാത്തവരാണ്. ആരെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ അതിന്റെ പിന്നാലെ പോയിട്ട് അല്ലാഹുവിനോടും പ്രവാചകനോടും എതിര് പ്രവർത്തിക്കാത്തവരായിരിക്കും. എതിര് പ്രവർത്തിക്കുന്നവർ നരകത്തിലാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ومن يشاقق الرسول, ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനോട് എതിര് പ്രവർത്തിച്ചാൽ,
മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗമേതെന്ന് വ്യക്തമായതിനു ശേഷം. മാത്രമല്ല വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, സ്വഹാബത്തിന്റെ മാതൃകയില്ലാത്തത് പിന്തുടരുകയും ചെയ്താൽ, സ്വഹാബത്തിന്റെ മാർഗമല്ലാത്തത് പിന്തുടരുകയും ചെയ്താൽ, നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം, അവൻ ഏതൊരു മാർഗം ഏറ്റെടുത്തുവോ അതിലൂടെ നാം അവനെ ചരിപ്പിക്കുന്നതാണ്, അവനെ നാം നരകത്തിലിട്ട് കരിക്കുന്നതാണ്. വസാഅത് മസീറാ, ആ മടക്ക സ്ഥലം എത്രയോ ചീത്തയാണ്. ഇവിടെ അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു തരാണ്. എന്താ? അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും എതിരു പ്രവർത്തിക്കുന്നവർ, ആ ആളുകൾ, അതുപോലെ തന്നെ സ്വഹാബത്തിന്റെ മാതൃകയില്ലാത്തത് പിന്തുടരുകയും ചെയ്യുന്ന ആളുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു ഫിർഖത്തുൻ നാജിയത്ത് എന്ന് പറയാൻ അവകാശപ്പെടാൻ പറ്റുന്നത് സലഫികൾ മാത്രമാണെന്ന് പറയാനുള്ള കാരണം അതാണ്. നിങ്ങൾ ആലോചിക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാ വരുന്നു 25-ാം രാവ്. ഇന്നലെ 21 25-ാം രാവിന് ചില ആളുകൾ പല സ്ഥലങ്ങളും, ഞാൻ ഇന്ന് പാലക്കാട് നിന്ന് പരിപാടി കഴിഞ്ഞ് ഉച്ചക്ക് ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ പല പള്ളികളുടെയും മുന്നിൽ വലിയ ഫ്ലെക്സ് കണ്ടു. 25-ാം രാവിനുള്ള ദുആ സമ്മേളനവും സ്വലാത്ത് ഹൽക്കയും എന്ന പേരുള്ള ബോർഡ് കണ്ടു. 27 അല്ല കേട്ടോ, 27 വേറെ ഉണ്ട്. 25-ാം രാവ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ നിരന്തരമായി കണ്ടുവരുന്നതാണ് ഇതെല്ലാം. നിങ്ങൾ ആലോചിക്കൂ, സ്വഹാബികളിൽ ആരെങ്കിലും ഒരാൾ ഇത്തരമൊരു പ്രവർത്തനം ചെയ്തത് നമുക്ക് കാണാൻ കഴിയുമോ? പരിശുദ്ധ റമദാനിൽ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരിങ്ങനെ ഒരു പ്രത്യേകമായ ദുആ സമ്മേളനമോ പ്രത്യേകമായ ദിക്ർ സമ്മേളനമോ, സുബ്ഹാനല്ലാഹ്, വരുന്ന 27-ന് വലിയ ഒരു ആഘോഷം വരുന്നു. 27-നും അതുപോലെ തന്നെ സ്വലാത്ത് മജ്ലിസ്. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താ പ്രത്യേകത എന്നറിയോ? ഈ പ്രാവശ്യം സ്വലാത്ത് സമർപ്പണത്തിന് പുതിയ ഒരു രൂപം കൂടി ഉണ്ടായിട്ടുണ്ട്. സ്വലാത്ത് സമർപ്പണത്തിന് ഒരു പുതിയ രൂപം കൂടി ഉണ്ടായിട്ടുണ്ട്. അതെന്താ? വാട്സപ്പിലൂടെ സമാഹരണം 70 കോടി സ്വലാത്ത് സമർപ്പിക്കും. വാട്സപ്പിലൂടെ എല്ലാവർക്കും മെസ്സേജ് കൊടുത്തിട്ട് എല്ലാവരും ചൊല്ലിക്കൂടറോ സ്വലാത്ത് എന്ന് പറഞ്ഞു. അങ്ങനെ ആ വാട്സപ്പുകാർ ചെയ്യില്ലേ സ്വലാത്തുകളെല്ലാം കൂട്ടി 70 കോടി സ്വലാത്താണ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങള് സമർപ്പിക്കാൻ പോണല്ലോ. 70 കോടി സ്വലാത്ത്. നിങ്ങളൊക്കെ ഇങ്ങനെ കുത്തിയിരുന്നാളേ, 70 കോടി. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഓരോ സമയത്തും കാണുന്ന പുതിയ 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 പ്രവർത്തനങ്ങൾ. എന്നിട്ടോ മുജാഹിദുകളൊക്കെ പടിക്ക് പുറത്ത് ഓലൊക്കെ സഹാബത്തിന്റെ പിന്മുറക്കാരല്ലോ. സഹാബത്തിന്റെ പിന്മുറക്കാർ ഈ ചെയ്യുന്ന ആളുകളാണെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു സ്വഹാബി, എല്ലാ സ്വഹാബി വരെ വേണ്ട, ഞാൻ സ്വഹാബത്തിന്റെ ഇജ്മാ പറയുന്നില്ല. ഒരു സ്വഹാബി, ഒരൊറ്റയാൾ ഏതെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഏതെങ്കിലും ഒരു റമദാനിൽ ഇത്തരമൊരു പ്രവർത്തനം ചെയ്തത് എവിടുന്നെങ്കിലും ഉദ്ധരിക്കാൻ പറ്റുമോ? എവിടുന്നെങ്കിലും ഇല്ല, ഇല്ല. അതാ ഖുർആൻ പറയുന്നു, വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ പാതയല്ലാത്തത് അഥവാ സ്വഹാബത്തിന്റെ മാർഗമല്ലാത്തത് പിന്തുടരുകയും ചെയ്താൽ, സ്വഹാബത്തിന്റെ മാർഗമല്ലാത്തത് പിന്തുടർന്നാൽ കിട്ടാൻ പോകുന്നത് സ്വർഗമല്ല, നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം. അവൻ ഏതൊരു മാർഗത്തിലൂടെ പോയോ അതിലൂടെ നാം അവൻ അങ്ങനെ വിട്ടുകൊടുക്കുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കണം.
ഇപ്പോ ചില ആളുകൾക്കൊക്കെ തോന്നാം, അല്ല ഈ ഇങ്ങനെ മഅസിയത്തിലൂടെ പോകുന്ന ആളുകൾക്ക് എത്രയാ കിട്ടുന്നത് അല്ലേ? എത്ര അനുഗ്രഹങ്ങളാണ് അവർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ട് നിങ്ങൾ ആരും വഞ്ചിതരായി പോകണ്ട. അതിനെ അള്ളാഹു പറഞ്ഞത് ഇസ്തിദ്റാജ് എന്നാണ്. അതൊരൽപാൽപ സമയം കൊടുത്തു പിന്തിക്കലാണ്. മഅസിയത്തിന്റെ ആളുകൾ, തിന്മയുടെ വക്താക്കൾ വലിയ ഉദ്ഘോഷത്തിലൂടെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന തറാവീഹ് സംസാരിക്കുന്ന അള്ളാഹിന്റെ നാമത്തിലെ ഒരു വിശദീകരണമാണത്. അൽ ഫത്താഹ് എന്നതാണ് ഇന്ന് വിശദീകരിക്കാം. അതിന്റെ ഒരു ഭാഗമാണത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അങ്ങനെ കണ്ടാൽ അത് കണ്ടിട്ട് നിങ്ങൾ ആരും വഞ്ചിതരായി പോകേണ്ടതില്ല. അത് ഇസ്തിദ്റാജാണ്. അള്ളാഹു താമസം ചെയ്തു കൊടുക്കുകയാണ്. വഉംലി ലഹും ഇന്ന കൈദീ മതീൻ. വഉംലി ലഹും, അവർക്ക് നീ ഒന്ന് താമസം ചെയ്തു കൊടുക്കു നബിയേ. ഇന്ന കൈദീ മതീൻ, നമ്മുടെ തന്ത്രം വലിയ ശക്തമായ തന്ത്രമാണ്. മനസ്സിലായോ? അപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാതൃകയില്ലാത്ത, പ്രവാചകന്മാരുടെ മാതൃകയില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ആ ആളുകളല്ല ഫിർഖത്തുൻ നാജിയത്തിന്റെ ആളുകൾ. ഫിർഖത്തുൻ നാജിയത്തിന്റെ ആളുകൾ അവരാരാ? അവർ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പിൻപറ്റുന്നു. സ്വഹാബത്തിന്റെ നടപടിക്രമങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരാണവർ. ഇത് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു വിശേഷണം, അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖൗല് ബഹുമാനിക്കുന്നവരാണ്. ഹബീബിന്റെ സുന്നത്തിനെ ആദരിക്കുന്നവരാണ്. അതിലേക്ക് ക്ഷണിച്ചാൽ വിമുഖത കാണിക്കാത്തവരാണ് ഫിർഖത്തുൻ നാജിയത്തിന്റെ ആളുകൾ. ശരിക്ക് ശ്രദ്ധിച്ചോളൂ മുസ്ലിമീങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ അറിയണം. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലൂ സമിഅനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ, തീർച്ചയായും വിശ്വാസികളുടെ വാക്ക് ഇതായിരിക്കും. ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ, ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ ഹുക്മ നടത്താൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടാൽ അവര് പറയുന്നത് അയ്യഖൂലു സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു എന്നതാണ്. സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു എന്നതാണ്. അവിടെ സ്വന്തം തലക്കകത്തിട്ട് പ്രത്യേകം അനലൈസ് ചെയ്തിട്ട് തീരുമാനിക്കേണ്ടതല്ല. സമിഅനാ വഅതഅനാ, അള്ളാന്റെ ഹബീബ് പറഞ്ഞതാണോ, അള്ളാന്റെ ഹബീബ് ചെയ്തതാണോ, അവിടുത്തെ ചര്യയിലുള്ളതാണോ? സമിഅനാ വഅതഅനാ വഅതഅനാ വഅതഅനാ, അനുസരിക്കുന്നു, ഞങ്ങൾ അനുസരിക്കുന്നു. ഇത് ഫിർഖത്തുൻ നാജിയത്തിന്റെ സ്വഭാവമാണ്. അല്ലാത്ത ആളുകളൊക്കെ പറയും, അങ്ങനൊക്കെ എത്ര ഉണ്ടാകും, ഇതൊന്നും തിരിയാത്തോല നമ്മളെ പണ്ഡിതന്മാര് ഓലക്കൊല തിരിഞ്ഞിട്ട് വന്നോലാ, ഇങ്ങനെ പറഞ്ഞു ഒരു രക്ഷപ്പെടും. വേറെ ചില ആളുകൾ അവിടെ തന്ത്രം വേറെ നനയും. വേറെ മെനയുടെ തന്ത്രം എന്താണ്? അത് പിന്നെ അക്കാലഘട്ടത്തിലെ ആളുകളെ കുറിച്ച് പറഞ്ഞേക്കാരും. മനസ്സിലായോ? ഈ കാലഘട്ടത്തിൽ അങ്ങനെ അല്ല, അത് ഇപ്പൊ അത് അങ്ങനെ ആയിരിക്കൂല, അത് അന്ന് പറഞ്ഞതായിരിക്കും. എന്തിനാ അങ്ങനെ ചാടിക്കളിക്കുന്നത്? നബി തങ്ങളുടെ സുന്നത്താണെന്ന് ബോധ്യപ്പെട്ടാൽ സ്വീകരിച്ചോളാം, വേറെ വർത്താനൊന്നും വേണ്ട. അവിടെ വേറെ ഒരു അഭിപ്രായത്തിന്റെ അവകാശമല്ല. അവിടെ നബി തങ്ങളുടെ സുന്നത്തിനെ ആദരിക്കുന്ന, അതിനെ മഹത്വപ്പെടുത്തുന്നവരാണ് ഫിർഖത്തുൻ നാജിയത്ത്. അതിനെ എതിർക്കുന്നവരോ അതിനെ അവഗണിക്കുന്നവരോ അതിനെ പരിഹസിക്കുന്നവരോ ആകില്ല. സുബ്ഹാനല്ലാഹ്.
മുസ്ലിമീങ്ങളിൽ എത്ര ആളുകളുണ്ട് അങ്ങനെ പരിഹസിക്കുന്ന ആളുകൾ? ഞാനൊരു ഉദാഹരണം പറയട്ടെ. എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്നില്ല. പക്ഷെ ചെയ്യുന്ന ആളുകളെ പരിഹസിക്കരുത്. ചില ആളുകളൊക്കെ ഇങ്ങനെ വിരലിങ്ങനെ അനക്കലുണ്ട്, കാര്യത്തിൽ വിരലിങ്ങനെ അനക്കലുണ്ട്, അല്ലേ അല്ലേ? വിരലനക്ക് ചില ആളുകൾക്ക് അത് ദുസ്സഹാണ്. ചെങ്ങായി വിരൽ അനക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം. അപ്പം പറയും, ഇതിനാ ഇതിങ്ങനെ ഇങ്ങനെ അനക്കിയിട്ട് ആകതാക്കുന്നത്. അപ്പം പറഞ്ഞ നല്ല സുന്നത്തിലുണ്ട്. അത് നമ്മൾക്കൊക്കെ ആളുകൾക്കൊക്കെ പ്രയാസം. അത് അന്നെന്തെങ്കിലും ആവശ്യത്തിന് പറഞ്ഞേക്കാരും. മനസ്സിലായില്ലേ? ഈ അനക്കുന്ന ആളുകൾ തന്നെ ചിലപ്പോഴൊക്കെ സുന്നത്തിനെതിരായി വരലുണ്ട്. ചില ആളുകളുടെ അനക്കല് ഇങ്ങനെ ഒരു അനക്കുന്ന കൈ മൊത്തത്തിൽ അനങ്ങുന്നതാണ്. അടുത്തിരിക്കുന്ന ആള് ചിലപ്പോ അനക്കാത്തവനാണെങ്കിൽ പിന്നെ അനക്കല് കൂടും. എങ്ങനെയൊക്കെയാണ് ആളുകൾ ഇങ്ങനൊക്കെ ആക്കലുണ്ട്. ശരിക്ക് വിരൽ അനക്കുന്നതിനെ പരിഹസിക്കരുത്. കാരണം ഹദീസിലുള്ളതാണ്, നബിതങ്ങൾ പഠിപ്പിച്ചതാണ്, അവിടുത്തെ ചര്യയിലുള്ളതാണ്. നിനക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ നീ മുണ്ടരുത്. അറിയുന്നവരോട് ചോദിക്കുക, വസ്അലൂ അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു നോക്കണം. ഒരാൾ അനക്കുന്നില്ല എന്ന് കണ്ടാൽ അയാളെ കളിയാക്കേണ്ടതില്ല. അങ്ങനെയും ഹദീസിലുള്ളതാണ്. അനക്കുന്നവരെയാണ് കൂടുതലും ആളുകൾ പരിഹസിക്കുന്നത്. പക്ഷേ അത് നബിതങ്ങളുടെ സുന്നത്തിനെ പരിഹസിക്കലാണ്, നബിതങ്ങളെ കളിയാക്കലാണ്. നഊദു ബില്ലാഹ്, അത് വിശ്വാസികൾക്ക് പാടില്ലാത്തതാണ്. അല്ലാഹുവിന്റെ റസൂലിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ, അവിടുത്തെ ചര്യയിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ഉടനെ പറയണം സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. മനസ്സിലായോ? അവനവൻ ചെയ്യാത്തതിന്റെ പേരിൽ അതിനെ പരിഹസിക്കാനോ കളിയാക്കാനോ അതിനെ എന്തെങ്കിലും നൂലാമാല വേണ്ടട്ടോ, അത് ഒഴിവാക്കി സൂക്ഷിക്കണം. അപ്പോ ഫിർഖത്തുൻ നാജിയത്തിന്റെ പ്രത്യേകത അതാണ്. മാത്രമല്ല ഖുർആൻ പഠിപ്പിക്കുന്നു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. ഫലാ വറബ്ബിക, നിന്റെ നാഥനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂന, അവർ വിശ്വാസികളാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ ഭിന്നതകൾക്ക് നബിയെ നിന്നെ വിധികർത്താവാക്കുന്നത് വരെ. ثم لا يجدوا في أنفسهم حرجا مما قضيت, പിന്നെ നീ വിധിച്ച വിധിയിൽ അവർക്ക് മനസ്സിന് വിഷമമുണ്ടാവരുത്. വയുസല്ലിമൂ തസ്ലീമാ, ആ നബിയെ അവർ നിന്നെ അങ്ങനെ ശരിക്കങ്ങ് സമർപ്പിക്കണം, അനുസരിക്കണം. ഇത് ഫിർഖത്തുൻ നാജിയത്താണ്. സലഫികളുടെ കൂട്ടത്തിൽ ഇതിനോട് താല്പര്യമില്ലാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ മനസ്സിലായിക്കോളിൽ ഫിർഖത്തുൻ നാജിയത്തിന് പുറത്താണോ? ഫിർഖത്തുൻ നാജിയത്തിന് പുറത്താണ്, ഔട്ടാണ്. ഈ സമൂഹത്തിലാണ് എന്ന് പറയുകയും എന്നാൽ ഫിർഖത്തുൻ നാജിയത്ത് അവരുടെ വിശേഷണമല്ലാത്തത് കൊണ്ടു നടക്കുകയും ചെയ്യുന്നുവെങ്കിൽ അറിയണം അയാൾ പുറത്തായിരിക്കും. ആരും പുറത്തൊന്നും ആക്കണ്ട, ആരും പുറത്തൊന്നും ആക്കണ്ട, അയാൾ അങ്ങോട്ട് ആയിക്കോളൂ തന്നെ. മനസ്സിലായോ? അങ്ങനെ കാണുന്നവർക്കറിയാം, ചെറിയ ചെറിയ സംഗതികളായിരിക്കും തുടങ്ങിയിട്ട് പിന്നെ ഓനെ പിടുത്തം വിടും, ഓന്റെ പിടുത്തം അങ്ങോട്ട് വിടും, ഓനെ പിന്നെ പിടിച്ചാൽ കിട്ടൂല, അങ്ങോട്ട് പോകും. ഈ ചരട് മുറിഞ്ഞുപോയ പട്ടങ്ങനെ പോണമാതിരി പിന്നെ എങ്ങോട്ടാ പോണെന്നല്ല, അങ്ങോട്ട് പോകും. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പരിഹസിച്ചു തുടങ്ങിയാൽ, നബിതങ്ങളുടെ സുന്നത്തിനെ തഅലീം ചെയ്യൽ ഒഴിവായാൽ പിന്നെ അയാൾ എത്തുന്നവിടെയാണെന്ന് പറയാൻ പറ്റൂല. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്, അവർ നാശത്തിലേക്ക് വീണുപോകുന്നവരാണ് എന്നാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെയുള്ള നല്ല ആളുകളായിരിക്കണം അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ കൂട്ടത്തിൽ സൂചിപ്പിക്കാണ്.
പ്രത്യക്ഷത്തിൽ നബിതങ്ങളുടെ വാചകത്തിൽ ഉള്ളതാണെങ്കിൽ അത് ഖുർആനിനെ ഉള്ളതിൽ തുല്യാണ്. ഈ പുരികണ്ടല്ലോ, അതിങ്ങനെ പ്ലക്ക് ചെയ്യാന്ന് പറയുന്നത് സ്ത്രീകളാണത് കൂടുതലും ചെയ്യാം. വെട്ടി റെഡിയാക്കി, ചിലതൊക്കെ പറിച്ചു കളഞ്ഞു, ചിലതിങ്ങനെ പല്ലിന്റെ വിടവ് രാഗി വൃത്തിയാക്കി, ചില ആളുകൾ പച്ച കുത്തി, കൈകളിലൊക്കെ പച്ച കുത്തി, ചില ആളുകൾ മുടി പ്രത്യേകം വെച്ച് ചേർത്ത് വെച്ച്, ഇങ്ങനൊക്കെ ചെയ്യുന്ന ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇതിങ്ങനെ പറഞ്ഞു. അപ്പോ ഒരു സ്ത്രീ പറഞ്ഞു, അത്രേ അബ്ദുള്ള, നീ ആ പറഞ്ഞത് ഞാൻ ഖുർആനിൽ കണ്ടിട്ടില്ലല്ലോ. ഈ പറഞ്ഞ ഭാഗം ഖുർആനിൽ ഇല്ലല്ലോ അബ്ദുള്ള. ഞാൻ ഖുർആനിന്റെ 2 ചട്ടക്കുള്ളിലുള്ളത് മുഴുവനും വായിച്ചു നോക്കിയ ആളാണ്, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതി കൊടുത്തു, അല്ല, നിങ്ങൾ ഈ ആയത്ത് കണ്ടുവോ? സൂറത്ത് ഹശ്റിന്റെ 7-ാമത്തെ ആയത്ത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഏതൊന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നുവോ നിങ്ങളത് സ്വീകരിക്കുകയും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊന്ന് നിങ്ങളോട് വിരോധിച്ചുവോ നിങ്ങളത് ഒഴിവാക്കുകയും എന്ന് അല്ലാഹുവിന്റെ ഖുർആനിലെ ഉണ്ട്. എങ്കിലും അല്ലാഹുവിന്റെ റസൂൽ ലഅനത്ത് ചെയ്താൽ എന്തായി? അല്ലാഹ് ലഅനത്ത് ചെയ്തതിന് തുല്യാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് വെച്ചിട്ട് മനസ്സിലാക്കിയാൽ, ഈ ഒരൊറ്റ പോയിന്റ് വെച്ചാല് എത്ര മുസ്ലിം സമൂഹത്തിൽ എത്ര ഉണ്ടാകും ഫിർഖത്തുൻ നാജിയത്തിൽ എണ്ണാൻ. നാളെ റബ്ബിന്റെ അടുത്ത് രക്ഷപ്പെടുന്ന വിഭാഗമായി എണ്ണാൻ പറ്റുന്ന എത്ര ഉണ്ടാവും? ഞാൻ ഏകദേശം 4 വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോ 4 വിശേഷണങ്ങൾ വരെ, 4 സിഫത്തുകൾ വരെ എത്തിയിട്ടുണ്ട്. ഇനി ഒരു 5 കൂടി ഉണ്ട്. ഞാൻ നിർത്താണ്, കാരണം 6:25 അല്ല, ഇത് കുറച്ച് പേരെ വേറെയും പറയാനുണ്ടല്ലോ. അപ്പം കുറച്ചുകൊണ്ട് പോകില്ല പിന്നെ. അപ്പോ ഇനി 5 ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ സംസാരിക്കും പിന്നെ എപ്പോഴെങ്കിലും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അറിഞ്ഞതിനേക്കാൾ ഗൗരവമാണ് ഇനി അറിയാനുള്ളത്. പഠിച്ചതിനേക്കാൾ ഗൗരവമാണ് ഇനി നമ്മൾ എത്തിപ്പെടാനുള്ളത്. ഓരോന്ന് കേൾക്കുമ്പോഴും ഓരോന്നറിയുമ്പോഴും അത്ഭുതം തോന്നാണ്. പഠിച്ചവനെ, നമ്മളൊക്കെ അപ്പോ ഏകദേശം ഈ തെല്ലുമ്മൽ ഇങ്ങനെ എത്തിയിട്ടേ ഉള്ളൂ. എന്നിട്ട് തന്നെ നമ്മളെ ജാട എത്രയാണ്? നമ്മൾ അതിന്റെ ഈ തെല്ലുമ്മൽ എത്തിയിട്ടേ ഉള്ളൂ. വേണമെങ്കിൽ അപ്പുറത്തേക്കട്ട് വീണു പോകും. അതിന്റെ മുന്നിൽ ഒറ്റ വിരലുമ്മ കുത്തിയാ നിക്ക, എന്നാലും നമ്മളെ ജാടവല്ലാത്തട്ടോ അല്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ ഗൗരവതരമായി നമ്മൾ അറിയണം, അള്ളാഹുവിന്റെ ദീനാണ്. നാളെ റബ്ബിന്റെ അടുത്ത് നമുക്ക് രക്ഷപ്പെടാനുള്ളതാണ്. ഈ രക്ഷപ്പെടാനുള്ള വിഷയം അതിന്റെ ഗൗരവത്തിൽ കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി വെച്ചില്ലെങ്കിൽ അത് മഹാപകടത്തിലായി പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഉച്ച മുതൽ തുടങ്ങിയ സുന്ദരമായ ഒരു ക്യാമ്പാണ് ഇപ്പോഴവസാനിക്കാൻ പോകുന്നത്. ധാരാളം സംസാരങ്ങൾ നിങ്ങൾ കേട്ടു, നല്ല പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടു. ഷമീർ സ്വലാഹിയും അതുപോലെ തന്നെ യാസിർ സ്വലാഹിയും സിദ്ദീഖ് അൻസാരിയും ഒക്കെ മാഷാ അല്ലാഹ് നല്ല കൃത്യമായ രൂപത്തിലുള്ള നല്ല പഠന സെഷനായിരുന്നു നമുക്ക് കിട്ടിയത്. പിന്നെ ചില ആളുകൾക്കൊക്കെ എങ്ങനെ ഇരുന്നാലും എന്ത് ചെയ്യാനാ മക്കളെ, 6:53 ആകാതെ നോമ്പ് തുറക്കാൻ പറ്റൂല. ഇതിനകത്ത് കയറിയാലും കയറിയില്ലെങ്കിലും നോമ്പ് തുറക്കണമെങ്കിൽ എന്ത് വേണം? സമയമായേ പറ്റുള്ളൂ. ഇതൊന്ന് തീർന്നാ നോമ്പ് തുറക്കാൻ വിചാരിക്കണ്ട, എന്നാലും പറ്റൂല, സമയമാവണം. അപ്പോ നല്ല പഠന സെഷൻ നഷ്ടപ്പെട്ടതാണ്.
പിന്നെ സദസ്സിലിരിക്കുന്നത് അത് ഇനിയും സലഫികൾ പഠിച്ചു വെക്കേണ്ടുന്ന ഒരു പാടാണത്. നമ്മൾ എന്ത് വന്നാലും മറ്റേ വീട്ടിൽ കല്യാണത്തിന് പോകണമാതിരി നമ്മളിങ്ങനെ വെളിയിൽ ഇങ്ങനെ മാറി നമ്മളിങ്ങനെ വെളിയിൽ ഇങ്ങനെ നിൽക്കും അല്ലേ? വെളിയിൽ ഇങ്ങനെ നിൽക്കാൻ സദസ്സിലിരിക്കൂല. സദസ്സിലിരിക്കുന്ന ആളുകളെ പ്രത്യേക അറിയുകയാണെങ്കിൽ ഒരൊറ്റ കുഞ്ഞും പുറത്തു നിൽക്കൂല, അതിൻ്റെ ഉള്ളിലിരിക്കുള്ളൂ. എന്തിനാ നബി തങ്ങൾ പറഞ്ഞത്? തഫസ്സഹു ഫിൽ മജാലിസി ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും. സദസ്സിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കും, വിശാലത കൊടുക്ക്, അള്ളാഹു നിങ്ങൾക്ക് വിശാലത ചെയ്തു തരും. എന്തിനാണെന്നറിയോ? ആ അനുഗ്രഹത്തിൽ അവർ കൂടി പങ്കാളികളാകാനാണ്. മലക്കുകൾ ഇങ്ങനെ ചിറകുകൊണ്ട് മൊത്തത്തിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സ്, മലക്കുകളുടെ റഹ്മത്ത്, മലക്കുകൾ റഹ്മത്തുമായി ഇറങ്ങി, മലക്കുകൾ ബറക്കത്തുമായി ഇറങ്ങി, അതിങ്ങനെ പൊതിഞ്ഞു നിൽക്കുമ്പോ അതിന്റെ പുറത്തു നിൽക്കാൻ ആഗ്രഹിക്കുന്നവന്റെ മനസ്സെന്തായിരിക്കും? മനസ്സിലായോ? അപ്പോ ഏതൊരു സദസ്സാണെങ്കിലും അതിന്റെ ഉള്ളിൽ നിൽക്കണം, പുറത്ത് കരുത്. ഉള്ളിലായിരിക്കണം ഉണ്ടാവുന്നത്. ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്. ഇപ്പൊ ഈ പുറത്തിരിക്കുന്നവരൊക്കെ പുറത്തല്ല കേട്ടോ, അത് തന്നെയാണ്. അങ്ങനെ വിചാരിക്കേണ്ടത് നമ്മളൊക്കെ പുറത്താക്കിയാണ് നല്ല. ഇതിന്റെ ഉള്ളിലുള്ളവർ അങ്ങനെ തന്നെ എന്ത് ചെയ്യാം? ഏറ്റവും കൂടുതൽ സദസ്സിലേക്ക് കയറി നിൽക്കാൻ പറ്റുന്നിടത്തോളം എന്ത് ചെയ്യണം? കയറിയിരിക്കണം. വലിയ പ്രതിഫലമുള്ളതാണ്. അപ്പോ ഉച്ച മുതൽ ഈ വൈകുന്നേരം, ഈ നോമ്പ് തുറക്കുന്ന സമയം വരെ നമ്മൾ പള്ളിയിൽ കഴിഞ്ഞുകൂടിയതാണ്. ചെറിയ പണി അല്ലട്ടോ നിങ്ങൾ ചെയ്തത്, വലിയ പരിപാടിയായിരുന്നു, വമ്പൻ. നാളെ റബ്ബിലെത്തുന്ന സമയത്താണ് ഇതിന്റെ പ്രതിഫലം നമ്മൾ തിരിച്ചറിയാം. പള്ളിയിൽ ഇത്രയും സമയം ഇരിക്കാൻ കഴിഞ്ഞത് വലിയ പ്രതിഫലമാണ്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത്തരമൊരു സുന്ദരമായ സദസ്സിന്റെ പര്യവസാനം ഇനി നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സ്വതക്ക കൂടി നൽകിയിട്ടാണ് ഇത് അവസാനിപ്പിക്കേണ്ടത്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സ്വതക്ക നൽകുക. ഞാൻ ഈ സന്ദർഭത്തിൽ ഒരു മഹാനായ, ഞാൻ അങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നത്, നമ്മുടെ കൂട്ടത്തിലുള്ള പണ്ഡിതനും ശക്തനായ പ്രവർത്തകനുമായിരുന്ന യൂസുഫ് മാഷിനെ ഓർത്തു പോവുകയാണ്. സജീവമായി എല്ലാ സമയത്തും എപ്പോഴും ഇതിനു വേണ്ടി മാത്രം ഓടി നടക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിന് പ്രതിഫലം ഉണ്ട് കേട്ടോ, അദ്ദേഹത്തിന് ഇപ്പോഴും പ്രതിഫലം ഉണ്ട്. എനിക്കറിയാം, യൂസുഫ് മാഷി അടുത്തറിഞ്ഞവർക്കറിയാം, അദ്ദേഹത്തിന്റെ ശരീരം വീട്ടിലാണെങ്കിലും മനസ്സിപ്പോ അവിടെ ഉണ്ട്, നമ്മളോടൊപ്പം ഉണ്ട്. അത്ര താല്പര്യത്തിൽ പ്രവർത്തിച്ച ആളായിരുന്നു അദ്ദേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തരം രോഗങ്ങളിൽ നിന്നും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു മോചനം നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തൊക്കെ പ്രവർത്തിച്ചിരുന്ന ആ പ്രവർത്തനം ഈ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം വരെ അദ്ദേഹം സജീവമാണ്. ശാരീരികമായ ചില അസ്വാസ്ഥ്യം കാരണം അദ്ദേഹത്തിന് ഇങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഒരു പ്രതിഫലം അദ്ദേഹത്തിന് എത്തും. കാരണം അദ്ദേഹത്തിന്റെ അല്പമെങ്കിലും ഒരു ബന്ധമില്ലാതെ ഇവിടെ ഈ പരിപാടിയും ഇന്നത്തെ പരിപാടിയും അല്ലെങ്കിൽ ഈ വർഷത്തെ പരിപാടിയും നടന്നിട്ടില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കുഞ്ഞമ്മക്കാക്കാട് ചോദിച്ചാൽ അറിയാം. മതി, ഇവിടെ പണ്ഡിതന്മാരെ ക്ഷണിച്ചത് മുതൽ ഇങ്ങോട്ട് ഓരോന്നും അദ്ദേഹത്തിന്റെ നിർദ്ദേശവും അദ്ദേഹം നമ്മുടെ കൂടെ സഹകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, വലിയ പ്രതിഫലം അദ്ദേഹത്തിന് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ എല്ലാ സമയത്തും ഇതൊക്കെ പറയാൻ അദ്ദേഹം ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. ഇപ്പൊ ഞാനിത് നിങ്ങളോട് സംസാരിക്കുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ. നാളെ ഒരു പക്ഷേ എന്തെങ്കിലും രോഗം കൊണ്ട് നമ്മളങ്ങ് വീണുപോയാൽ, നാളെ എന്തെങ്കിലും ഒരു വിഷമം കൊണ്ട് നമ്മളൊന്ന് നിന്നുപോയാൽ, അല്ലെങ്കിൽ നമ്മൾ മരിച്ചുപോയാൽ, റബ്ബിന്റെ അടുത്ത് വലിയ പ്രതിഫലമായി ഇന്നത്തെ ഈ റമദാനിലെ ഈ പകലിൽ നമ്മൾ കൊടുത്ത സദഖ അതൊരു ഉപകാരപ്പെടുന്നതാവണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന സദഖ അത് ചെറുതാണെന്ന് ആരും വിചാരിക്കരുത്. വലിയ പ്രതിഫലമുള്ളതാണ്, വമ്പൻ പ്രതിഫലമുള്ളതാണ്. സ്വന്തം കിടപ്പാടം അള്ളാന്റെ മാർഗത്തിലേക്ക് കൊടുത്തിട്ട് ഇറങ്ങിപ്പോന്ന സ്വഹാബിയെ കുറിച്ച് അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞത്, എത്ര ഈത്തപ്പനക്കൊലകളാണ് അബൂദഹദാഹിന് റബ്ബ് സ്വർഗ്ഗത്തിൽ കൊടുക്കാൻ പോകുന്നത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്.
ഒന്ന്, നമ്മുടെ ഇന്നത്തെ ഈ പരിപാടികൾ നിരന്തരമായി നടക്കുന്ന റമദാൻ തുടക്കം മുതൽ ഒടുക്കം ഈ അവസാനം വരെയുള്ള പരിപാടികൾ വലിയ ഒരു സംഖ്യ ചെലവാകുന്ന ഒരു പരിപാടിയാണ്, വലിയ പരിപാടിയാണ്. നിങ്ങൾക്കറിയാം, 1 കിലോ മത്തിക്ക് 200 രൂപ വിലയാണ്. നിങ്ങൾ ഓരോരുത്തരും അറിയണം, ഇന്ന് വാങ്ങിക്കഴിച്ച് അതങ്ങ് കഴിഞ്ഞുപോയി. ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് വിഷമമാവരുത്, 50 ആളുകൾ 500 രൂപ വെച്ചെടുക്കാൻ കഴിവുള്ള ആളുകൾ ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റൂല. ഒരാൾക്ക് പറ്റോ? പറ്റോ? പറ്റൂല. അങ്ങനെ പറയാൻ പറ്റാത്ത ആളുകൾ ഇല്ല ഇവിടെ. കൊടുക്കാൻ കഴിയുന്നവരാണ് നമ്മൾ. ഓർത്തു നിൽക്കണം, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം നമുക്കേ അറിയുള്ളൂ. അത് റബ്ബിന്റെ മാർഗത്തിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ലഭിക്കാനിരിക്കുന്നത് വലിയ നഷ്ടമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു വലിയ സ്വതക്ക അത് നിങ്ങളെ ഭാഗത്ത് നിന്നുണ്ടാവണം. കഴിയുന്നവർ കഴിയുന്നത് പോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ഇത് നാളെ റബ്ബിന്റെ അടുത്ത്, നിങ്ങൾക്കറിയോ, ഞാൻ ഈ പള്ളിയിൽ നിന്നോട് പറയാൻ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നു. അദ്ദേഹം ഇവിടെ ഉണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കുന്നിടത്ത് കാണുന്നില്ല. ഞാൻ മുകളിലിരിക്കുമ്പോ റൂമിലേക്ക് കയറി വന്നു. എൻ്റെ അടുത്തേക്ക് കയറി വന്ന് അദ്ദേഹം എന്നോട് സലാം പറഞ്ഞു. ആരോ ഒരാൾ അദ്ദേഹത്തിന് വഴികാട്ടിയതാവാം ഈ പള്ളിയിലേക്ക്. കുടുംബക്കാര് മുഴുവനും ആ ഖുറാഫത്തിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആ കുടുംബത്തിൽ നിന്നാണ് ഒരു ചെറുപ്പക്കാരൻ ഈ പള്ളിയിലേക്ക് ജുമാക്ക് വേണ്ടി എത്തിയത്. ഇപ്പൊ തുടർച്ചയായിട്ട് അദ്ദേഹം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അതെന്റെ അടുത്ത് പറഞ്ഞു, പ്രസ്ഥാനത്തിൽ ഞാൻ മെമ്പർ ആയിട്ടില്ലെങ്കിലും ഒരു ഖുറാഫത്തും എന്റെ ജീവിതത്തിലില്ല. വീട്ടിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ട്. നിങ്ങൾ പ്രത്യേകം ദ്വാരക്കണം കേട്ടോ, നിങ്ങൾ പ്രത്യേകം ഒന്ന് ദ്വാരക്കണം. കാരണം അപ്പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വീട്ടിൽ മാതാവിന്റെയും പിതാവിന്റെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സമ്മർദ്ദം വരുമ്പോ ചിലപ്പോ മനസ്സ് പതറിയാലോ, നിങ്ങളൊന്ന് ദ്വാരക്കണം കേട്ടോ എന്ന് ആ സഹോദരൻ എന്റെ അടുത്ത് മേലെ ഞാൻ റൂമിലിരിക്കുമ്പോ പറഞ്ഞിട്ട് പോവാണ്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഏതോ ഒരാളായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാകുക. ഇതുപോലെ ഇവിടെ നടക്കുന്ന ഒരു പരിപാടിയിൽ ഏതെങ്കിലും ഒരാളായിരിക്കും ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടാകുക. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി, ആ ദീനങ്ങ് ക്ലിയർ ആയാൽ, മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദാ, നിങ്ങൾക്ക് ഒരാളെ നിങ്ങൾക്ക് സന്മാർഗത്തിലേക്ക്, നിങ്ങൾ കാരണം സന്മാർഗത്തിലേക്ക് എത്തിയാൽ, ഖൈറുൽ ലക മിൻ ഹുമറിൻ നഅം, അറബികളുടെ വലിയ സ്വത്തായ ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണ്. അതുകൊണ്ട് ചുവന്ന നോട്ട് നിങ്ങളെ കയ്യിൽ കിട്ടുന്നതിനേക്കാളും ഖൈറാണ് റബ്ബിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന വലിയ സ്വതക്ക. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊടുക്കുന്നതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും കാണിക്കരുത്. എല്ലാവരും സജീവമായി ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താഴെയുള്ള സ്ത്രീജനങ്ങളോട് ഞാൻ പ്രത്യേകം പറയാണ്, നിങ്ങളുടെ ഭാഗത്തുനിന്നും വമ്പിച്ച ഒരു സഹായം ഉണ്ടാവണം. കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പലപ്പോഴും സ്ത്രീകൾ പിന്നോട്ട് നിൽക്കാണ്. മുകളിലുള്ള നമ്മളെ ഭർത്താവ് കൊടുത്തിട്ടുണ്ടാകും, വാപ്പ കൊടുത്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കല്. താഴെ ഇരിക്കുന്ന നിങ്ങളുടെ പരലോകത്തിന് വേണ്ടി കൊടുക്കണം. നിങ്ങളുടെ മുന്നിൽ ബക്കറ്റ് എത്തുമ്പോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി, ഈ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള പിരിവും, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിന് ദഅ്വാരംഗത്തുള്ള പിരിവും എല്ലാം നിങ്ങൾ സജീവമായി ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെയും ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങേയറ്റത്തെ പ്രയാസത്തിൽ നിന്നും എല്ലാ സൗഖ്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മളെ കുടുംബത്തെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുള്ള ഈ അടുത്ത ദിവസങ്ങളിൽ ചില കുട്ടികൾ മരണത്തിന് കീഴുതുങ്ങിയിട്ടുമുണ്ട്. അത്തരം ചില അസുഖങ്ങൾ വ്യാപകമാകാതെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. എല്ലാത്തരം രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി സമ്പൂർണ്ണമായി നിലനിൽക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നാളെ സ്വർഗം അനുഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.